ഭിക്ഷാടനവും ബാലവേലയും നിരോധിച്ച സംസ്ഥാനമാണ് കേരളം. എന്നിട്ടും അധികാരികളുടെ കൺമുന്നിൽ പട്ടാപ്പകൽ പോലും കുട്ടികളെ ഉപയോഗിച്ചുള്ള ഭിക്ഷാടനം നിർബാധം തുടരുകയാണ്. തിരുവനന്തപുരം നഗരത്തിലെ ട്രാഫിക് സിഗ്നലുകൾ കേന്ദ്രീകരിച്ചാണ് ഇതര സംസ്ഥാനക്കാർ കൈക്കുഞ്ഞുങ്ങളുമായി അപകടകരമായ രീതിയിൽ ഭിക്ഷാടനം നടത്തുന്നത്. ആ റിപ്പോർട്ട് കാണാം. തിരുവനന്തപുരം ചാക്ക ട്രാഫിക് സിഗ്നലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിവ. 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ പൊരിവെയിലും പെരുമഴയിലും കുട്ടികളെയും കൊണ്ട് ഭിക്ഷാടനം നടത്തുകയാണ് ഈ സ്ത്രീകൾ. കുട്ടികൾക്ക് ഭക്ഷണം നൽകാൻ സഹായിക്കണമെന്നാണ് അഭ്യർത്ഥന. സിഗ്നലിൽ നിർത്തുന്ന എല്ലാ വാഹനങ്ങളുടെയും അടുത്തെത്തും. ഗ്ലാസ് ഡോറുകൾ തട്ടി ഭിക്ഷ യാചിക്കും. കുറച്ചുകൂടി മുതിർന്ന കുട്ടികളെ ഉപയോഗിച്ചും ഭിക്ഷാടനമുണ്ട്. കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭിക്ഷാടനം സംസ്ഥാനത്ത് നിയമം മൂലം നിരോധിച്ചിട്ടുള്ളതാണ്. ബാലനീതി നിയമം സെക്ഷൻ 75, 76 എന്നിവ പ്രകാരം ബാലഭിക്ഷാടനം ശിക്ഷാർഹവുമാണ്. ഈ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിയാണ് നഗരത്തിലെ ഭിക്ഷാടനം. ഉത്തരേന്ത്യയിൽ നിന്നുള്ളവരാണ് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് തലസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ ഭിക്ഷാടനം നടത്തുന്നത്. ഇവർ എവിടെ നിന്ന് വരുന്നെന്നോ ആരാണ് ഇവരുടെ പിന്നിലെന്നോ കൃത്യമായി വിവരമില്ല. ശിശുക്ഷേമ വകുപ്പും പോലീസും ചേർന്ന് ഇവരെ ഇവിടെ നിന്നും മാറ്റാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്യാമറമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത സാരംഗ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. സാരംഗ്, നമുക്കറിയാം തിരുവനന്തപുരത്ത് സ്ഥിരം കാഴ്ചയാണ് ഈ സാരംഗ് റിപ്പോർട്ട് ചെയ്ത ചാക്കയിലൊക്കെ വളരെ അപകടകരമായ രീതിയിലാണ് വാഹനം എപ്പോൾ നീങ്ങും, ഏത് വഴിക്ക് നീങ്ങും എന്നൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ കുട്ടികളുമായിട്ടൊക്കെ വന്നു നിർത്തി ഭിക്ഷാടനം നടത്തുന്നു, ഗ്ലാസുകളിൽ തട്ടിയുമൊക്കെ. ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭിക്ഷാടനവും മറ്റും നിർത്തിയ നാടാണ്. പക്ഷേ എല്ലാ അധികാരികളുടെയും കൺമുന്നിൽ ഇത് നിർബാധം തുടരുകയാണ്. ഈ അധികൃതരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവരുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തുമ്പോൾ എന്താണ് അവർ നൽകിയ മറുപടി സാർക്ക്? തീർച്ചയായും തിരുവനന്തപുരം പോലെയുള്ള ഒരു നഗരത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം അത്ര ജനങ്ങൾക്ക് വളരെ സുപരിചിതമാണ്. കാരണം പല ഉത്തരേന്ത്യയിൽ നിന്നുള്ള പലരും ഇത്തരത്തിൽ സംഘങ്ങളായി വന്നുകൊണ്ട് ഈ ട്രാഫിക് സിഗ്നലിലും മറ്റും ഇത്തരം കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള, അതായത് ആൾക്കാരെ വൈകാരികമായി സമീപിച്ചുകൊണ്ട് അവരിൽ നിന്നും പണം വാങ്ങിക്കുന്ന ഒരു സംഭവം കാലങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ചാക്കാപേട്ട തുടങ്ങിയ പല സിഗ്നലുകളിലും ഒരു കൂട്ടം സംഘം, അതായത് കുടുംബമായിട്ടുള്ള പലരും വന്നിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രവണത ആരംഭിച്ചിട്ട് കുറച്ച് ആഴ്ചകളോളമായി. ഇത്തരത്തിൽ ഒരു വിവരം ഈ ചൈൽഡ് ഹെൽപ്പ് ലൈനിന്റെ ശിശുക്ഷേമ വകുപ്പിനെ അറിയിച്ച സമയത്ത് അത് ഓൾറെഡി നിലവിൽ തന്നെ അത് ജില്ലാ ശിശുക്ഷേമ വകുപ്പിന്റെ കാര്യാലയത്തിൽ അറിയിച്ച ഒരു കാര്യമാണ്, റിപ്പോർട്ട് ചെയ്ത കേസാണെന്നാണ് നമുക്ക് ലഭിച്ച വിവരം. അതായത് തുടർ നടപടികൾ അവർ സ്വീകരിക്കാൻ വൈകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ഇന്നും നമുക്ക് കാണാൻ കഴിയുന്ന ഈ നമ്മൾ പറഞ്ഞ അതേ ട്രാഫിക് സിഗ്നലിലും മറ്റും നമുക്ക് ഇതേ സംഘം തന്നെ പണം ജനങ്ങളിൽ നിന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഭിക്ഷാടനം നടത്തുന്ന കാഴ്ച നമ്മൾ ഇന്നും കാണുന്നത്. അതായത് കൃത്യമായൊരു ഇടപെടൽ, അതായത് ശക്തമായ നിയമം നിലനിൽക്കുന്നുണ്ട്. ഈ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭിക്ഷാടന നിയമം മൂലം നിരോധിച്ചിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള ആൾക്കാരെ കാണുകയാണെന്നുണ്ടെങ്കിൽ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാനടക്കം നിയമം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. പക്ഷേ ഇത്തരത്തിലുള്ള സംഘങ്ങൾ ഉത്തരേന്ത്യയിൽ നിന്ന് എത്തി ഇങ്ങനെ ജനങ്ങളെ വൈകാരികപരമായി സമീപിച്ച് അവരിൽ നിന്നും കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങിച്ചു നൽകാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പണം വാങ്ങുന്ന ഒരു രീതി ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ വ്യാപകമായി കണ്ടുവരുന്നുണ്ട്. പക്ഷെ അതിൽ കൃത്യമായൊരു ഇടപെടൽ നടക്കുന്നില്ല. പക്ഷേ ഈ ശിശുക്ഷേമ വകുപ്പിന്റെ വിശദീകരണം എന്ന് പറയുമ്പോൾ അവർ ഇത്തരത്തിൽ പോലീസുമായി സഹകരിച്ചുകൊണ്ട് മിന്നൽ പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടുകിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തും മറ്റേ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുന്നുണ്ട്, മിന്നൽ ഡ്രൈവുകൾ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിച്ച വിശദീകരണം. പക്ഷേ ഇത്രയും ദിവസമായിട്ട്, അതായത് അധികാരികളുടെ കൺമുന്നിൽ തലസ്ഥാന നഗരത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. എല്ലാ ഭരണസ്ഥിരാ കേന്ദ്രമായിട്ടുള്ള തലസ്ഥാനത്തെ ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ എല്ലാവരുടെയും കൺമുന്നിൽ ജനങ്ങൾക്ക് വരി ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെയും മറ്റും കൺമുന്നിൽ നടക്കുന്ന ഒരു നിയമലംഘനമാണിത്. പക്ഷെ അതിൽ കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സാരംഗ്. ഇപ്പോൾ നമുക്കൊപ്പം ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി GL അരുൺ ഗോപി ചേരുകയാണ്. ശ്രീ അരുൺ ഗോപി, നമ്മുടെ ഭരണസ്ഥിരാ കേന്ദ്രത്തിനൊക്കെ കൺമുന്നിൽ നടക്കുന്ന ഭിക്ഷാടനത്തിന്റെ വാർത്തയാണ്, റിപ്പോർട്ടാണ് ഞങ്ങൾ നൽകിയത്.
ഈ ട്രാഫിക് സിഗ്നലുകളൊക്കെ കേന്ദ്രീകരിച്ച്. അത് ഏതെങ്കിലും ഒരു ദിവസം മാത്രമല്ല, സ്ഥിരമായി അവിടെ തമ്പടിച്ചുകൊണ്ട് ഭിക്ഷാടനം നടത്തുന്നു. കൈക്കുഞ്ഞുങ്ങളുമായിട്ടാണ് വരുന്നത്. വളരെ അപകടകരമായ രീതിയിലാണ് അവർ ഈ വാഹനങ്ങളുടെ അടുത്തേക്കൊക്കെ വരുന്നത്. ഈ കുട്ടികൾ മഴയായാലും വെയിലായാലും അതൊക്കെ സഹിച്ചാണ് അവരെയും കൊണ്ട് നടക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നമുക്ക് ഇടപെടലുകൾ സാധ്യമാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ? തീർച്ചയായും പലപ്പോഴും ഇത് ശ്രദ്ധയിൽ വരുമ്പോൾ, പലപ്പോഴും യാത്രകളിലൊക്കെ ഇത് ശ്രദ്ധയിൽ വരുമ്പോൾ അപ്പൊ തന്നെ ഇടപെടാൻ വേണ്ടിയിട്ടുള്ള വിവിധ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ മുഖാന്തരം ഇടപെടാറുണ്ട്. നിങ്ങൾ സർക്കാർ വാഹനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത്തരം ആളുകൾ ഒഴിഞ്ഞു മാറുന്ന ഒരു രീതി പ്രവണതയുണ്ട്. ഇതിനകത്ത് ഇപ്പോ ന്യൂസ് 18 കാണിച്ച വലിയ ഇടപെടലുണ്ട്. ആ ഇടപെടൽ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഗവൺമെന്റ് തന്നെ ചൈൽഡ് ലൈൻ 1098 ടോൾ ഫ്രീ നമ്പറുണ്ട്. അതിലേക്ക് വിളിച്ചാൽ ആ ഘട്ടത്തിൽ തന്നെ ഇടപെടാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ തന്നെ ചൈൽഡ് ലൈൻ അത് കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥരും എത്താറുണ്ട്. പക്ഷെ എത്തുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ശ്രീ അരുൺ ഗോപി, ഇടപെടുന്നതിൽ ക്ഷമിക്കുക. ഇപ്പോ നമ്മൾ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചറിയിക്കാൻ അങ്ങനെയൊന്നും ആവശ്യം പോലുമുള്ള സംഭവമാണ് ഇതെന്ന് തോന്നില്ല. ഞങ്ങളുടെ ഈ ഓഫീസിന് തൊട്ടടുത്ത് ഈ പേട്ട ജംഗ്ഷൻ എന്ന് പറയുന്നിടത്ത് നമുക്ക് എപ്പോഴും കാണാം, ചാക്കിയിലും പേട്ടയിലും ഒക്കെ ജംഗ്ഷനിൽ വണ്ടി നിർത്തുമ്പോൾ അവിടെ വന്ന് കാറിൽ തട്ടി ഇവർ ഭിക്ഷാടനം നടത്താനായി എത്തും. അവരൊക്കെ എന്ന് പറയുന്നത് ദിവസങ്ങളോളം അവിടെ ഉള്ളവരാണ്. അതിന് മീറ്ററുകൾക്കപ്പുറമാണ് പേട്ട പോലീസ് സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ അധികൃതരുടെ ശ്രദ്ധയിൽ ഇത് പെടാത്തത് കൊണ്ടാണ് എന്ന് തോന്നുന്നില്ല. ഇതിനകത്ത് വേറൊരു ഭിക്ഷാടനം പാടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് കുട്ടികളെ വെച്ചുള്ള ഭിക്ഷാടനം. മറ്റൊന്ന്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് നേരത്തെ ഒരു കേൾക്കുന്നുണ്ട്. ഇപ്പോ ഇത്തരത്തിലുള്ള കുട്ടികളെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരുന്നു. അപ്പൊ ഈ കുട്ടികളെ റെസ്ക്യൂ ചെയ്യുന്ന ഘട്ടത്തിൽ കുട്ടിയുടെ അവകാശം ബയോളജിക്കൽ പാരന്റ്സിനുണ്ട്. അത് കുട്ടി എവിടെയാണ്, തെരുവിലാണ് എന്നുള്ള സംഗതി ഒന്നും നിങ്ങൾ നോക്കേണ്ടതില്ല എന്ന് കോടതിയുടെ നേരത്തെ ഒരു ഉത്തരവ് ഹൈക്കോടതി മറ്റും ലഭിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ബയോളജിക്കൽ പാരന്റ്സ് ആണ് എന്നൊരു പരിഗണന ഇക്കാര്യത്തിൽ കിട്ടുന്നത്. ഇക്കാര്യത്തിൽ വളരെ കർക്കശമായ നടപടികളിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. അത്തരം തന്നെ പോകുമെന്നുള്ളതാണ്. ഇതിനകത്ത് പൊതുസമൂഹത്തിന് ഒന്നായി ജാഗ്രത ഉണ്ടാകണമെന്ന അഭ്യർത്ഥനയാണ് ഇക്കാര്യത്തിൽ നടത്താനുള്ളത്. ആ വൈകാരിക പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന സാഹചര്യമാണോ ഇതിനൊരു വിലങ്ങുതടിയായി നിൽക്കുന്നത്? ഏറ്റവും പ്രധാനം അതാണ്. പലപ്പോഴും അതുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഈ ഇങ്ങനെ ഒരു മാഫിയ തമ്പടിച്ച് നിൽക്കുന്നതിനെ കുറിച്ച് വലിയ ഇടപെടൽ നമുക്ക് കൂട്ടായി നടത്തേണ്ടതുണ്ട്. തീർച്ചയായും ഇത് എനിക്ക് തോന്നുന്നു ഈ ഭിക്ഷാടനത്തിന് മറയിടാനായി ഒരു പക്ഷേ ചിലപ്പോൾ അവർ വന്ന് കാറിന്റെ ഗ്ലാസ് ഒന്ന് തുടയ്ക്കും, അല്ലെങ്കിൽ ആരും വാങ്ങാത്ത ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ വേണമോ എന്ന് ചോദിക്കും. അതിനുശേഷമാണ് അതൊന്നും ആരും വാങ്ങുന്നില്ല എങ്കിൽ എന്നാൽ പൈസ തരുമോ, ഭക്ഷണം കഴിക്കാൻ പൈസ തരുമോ എന്ന രീതിയിൽ പിന്നീട് ഭിക്ഷാടനത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ അതൊരു മറയായി കൂടി അവർ ഉപയോഗിക്കുന്നുണ്ടോ? തീർച്ചയായും അത്തരം ചില മറകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷേ അതിനകത്ത് ഞാനൊരു കാര്യം നിങ്ങളോട് ഒന്നാകെ ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തിയാൽ ഇത് കേരളം അല്ലെങ്കിൽ സമൂഹം ഇത്തരത്തിലുള്ള ആളുകളെ സഹായിക്കുമെന്നതിന്റെ ഒരു ഇതുകൂടി ഇക്കാര്യത്തിലുണ്ട്. ഭിക്ഷാടനവുമായി വരുന്ന അല്ലെങ്കിൽ ഭിക്ഷാടനത്തിന് വേണ്ടിയുമായി വരുന്ന ആൾ ആ സമയത്ത് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കും. അതിനകത്ത് ആ സമയത്ത് നമ്മൾ പ്രതികരിക്കാനുള്ള ഒരു ഇടപെടൽ നമ്മൾ നടത്തി നോക്കട്ടെ. മാധ്യമം ഇപ്പോൾ ന്യൂസ് 18 ഈ വാർത്ത അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരുന്നു, ഇപ്പോൾ വലിയ ചർച്ച സംഘടിപ്പിച്ചു. ഞാൻ ന്യൂസ് 18 റിപ്പോർട്ടർ അടക്കം ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കൂട്ടി ഇവിടെ ഭിക്ഷാടനം നടത്താൻ സാധിക്കില്ല എന്ന പൊതു ഇടപെടലിലേക്ക് നാം വന്നാൽ എന്താവും അവസ്ഥ? ഇതുണ്ടാവില്ലല്ലോ. അങ്ങനെ ഒരു പൊതു ഇടപെടൽ ഞാൻ കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. തൊട്ടടുത്ത വീട്ടിലെ കുട്ടി കരയുമ്പോൾ എന്തിനാ കുട്ടി കരയുന്നത്? അതുവരെ ഇല്ലാത്ത ഒരു കരച്ചിൽ, അസ്വാഭാവികമായ കരച്ചിൽ അയൽവക്കത്തെ വീട്ടിൽ എന്തുകൊണ്ട് അയൽവക്കത്തെ വീട്ടിൽ നിന്ന് അസ്വാഭാവികമായി ഒരു കരച്ചിൽ ഉണ്ടാകുന്നു എന്ന് അന്വേഷിക്കുവാൻ നാം ആരും തയ്യാറാവുന്നില്ല.
ഒരു മാധ്യമം എന്ന നിലയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നത്. ഇത് പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്, അധികാരികളിലേക്ക് എത്തുകയാണ്. അതിൽ താങ്കളുടെ പ്രതികരണം തേടുന്നതും അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് കണ്ടുകൊണ്ടാണ്. നമ്മളുടെ നാട്ടിൽ നമ്മൾ അതിഥി തൊഴിലാളികളെ എങ്ങനെയാണ് കരുതുന്നത് എന്നത് നമുക്കറിയാം. നമ്മൾ ഇതര സംസ്ഥാനക്കാരായാലും അവരെ അതിഥികളായി കണ്ട് അവരോട് പെരുമാറുന്നതാണ്. നമ്മൾ പല ഘട്ടങ്ങളിലും എന്തു സമീപനമാണ് സ്വീകരിച്ചതെന്നറിയാം. അപ്പോൾ ഇവിടുത്തെ കുട്ടികളുടേത് എല്ലാ കുട്ടികൾക്കും ഉള്ളതുപോലെയുള്ള അവകാശങ്ങളുള്ള കുട്ടികളാണ് ആ കുട്ടികൾ. മഴയെന്നില്ല, വെയിലെന്നില്ല, അവരുടെ എല്ലാ അവകാശങ്ങളും ബാല അവകാശങ്ങളും ഹനിക്കപ്പെടുകയാണ്. അവരുമായി ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അധികാരികളുടെ കൺമുന്നിലാണ് ഇത് കാലങ്ങളോളം നടന്നു വരുന്നത് എന്നൊരു സാഹചര്യം കൂടിയാണ് ചൂണ്ടിക്കാണിച്ചത്. ഇക്കാര്യത്തിൽ ഇപ്പോ ഈ ഘട്ടത്തിൽ തന്നെ അടിയന്തരമായി തന്നെ ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ പേട്ട ജംഗ്ഷനിൽ ഇപ്പൊ തന്നെ ആവശ്യമായിട്ടുള്ള ക്രമീകരണം ഉണ്ടാക്കും. അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ ഇപ്പൊ തന്നെ നടത്താവുന്നതാണ് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരോട് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഈ നിമിഷത്തിന് ഈ ഫോൺ വെച്ചാൽ ഉടൻ തന്നെ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ശരി, അദ്ദേഹം അടിയന്തരമായി ഈ ഫോൺ കട്ട് ചെയ്താൽ ഉടൻ തന്നെ ഇതിൽ ഇടപെടൽ ഉണ്ടാകും. അടുത്ത കോൾ രേണുക, അടുത്ത കോള് ഞാൻ ബന്ധപ്പെട്ട ആളുകളെ വിളിക്കുന്നതായിരിക്കും. വിളിക്കുന്ന ആളുകൾ അടിയന്തരമായി തന്നെ അവിടെ എത്തിച്ചേർന്നുകൊണ്ടുള്ള ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് രേണുകയോട് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അപ്പോഴും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇത് വലിയ കൂട്ടായ ഇടപെടലും ശ്രമവും നടത്തേണ്ടത്. ഇപ്പോൾ ശിശുക്ഷേമ സമിതിയിൽ തന്നെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുന്ന കുട്ടികളുണ്ട്. റെസ്ക്യൂ ചെയ്ത് കുട്ടികളെ കൊണ്ടുവന്നാൽ ഈ വലിയ മാഫിയ സംഘം നേരെ അവിടേക്ക് വരികയാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ സമിതിയുടെ മുൻ ഇപ്പോൾ ശിശുക്ഷേമ സമിതിയിൽ തന്നെ റെസ്ക്യൂ ചെയ്ത് വന്ന തിരുവനന്തപുരത്ത് അമ്മത്തൊട്ടിൽ റെസ്ക്യൂ ചെയ്ത് വന്ന കുട്ടികളുണ്ട്, പാലക്കാടുണ്ട്, ആലപ്പുഴയുണ്ട്. നമ്മുടെ തന്നെ സംരക്ഷണ കേന്ദ്രത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം നൽകിക്കൊണ്ട് കുട്ടികളെ ഞങ്ങൾ സംരക്ഷിക്കുകയാണ്. പക്ഷെ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ബയോളജിക്കൽ പേരൻസിന്റെ അടുത്താണ് ഈ കുട്ടി എന്നുള്ളത് നിയമപരമായ ഒരു പരിരക്ഷയുണ്ടല്ലോ. കുട്ടിക്ക് കിട്ടേണ്ട അവകാശം ഈ കുട്ടി മഴയും വെയിലും അല്ലെങ്കിൽ അത് ഒരിക്കലും ഞാൻ പറയുമ്പോഴും മറ്റൊരു സംഗതി ഉണ്ട്. നിയമപരമായി ബയോളജിക്കൽ പേരൻസിനും വിലങ്ങുതടിയാണ്. അത് വിലങ്ങുതടിയാൻ നിൽക്കുകയാണ്. അതിനകത്ത് നമുക്കൊരു കൂട്ടായ ഇടപെടൽ ഉണ്ടാകണം. ആ വിലങ്ങുതടി മുറിച്ചു കിടക്കാനുള്ള കൂട്ടായ ഇടപെടൽ നമുക്ക് ഉണ്ടാകും. തീർച്ചയായും അത്തരം കൂട്ടായ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന അർത്ഥത്തിൽ കൂടിയാണ് നമ്മൾ ഈ ഇടപെടൽ നടത്തുന്നത്. തീർച്ചയായും ബോധവൽക്കരണം ഉൾപ്പെടെ ആവശ്യമാണ്. ഒരുപക്ഷെ ആ കുട്ടികളുടെ അവകാശങ്ങൾ എന്ത് എന്നത് പോലും അറിയാത്തവരായിരിക്കാം അതിന് പിന്നിൽ, അല്ലെങ്കിൽ വലിയ മാഫിയ സംഘങ്ങളുടെ ഇടപെടലും അതിലുണ്ട് എന്ന് സംശയിക്കുന്നു. എന്തായാലും നമ്മളുടെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ അധികൃതർ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഭരണസിരാ കേന്ദ്രത്തിന് അടുത്ത് തന്നെയാണ് ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അത് സ്ഥിരം കാഴ്ചയുമാണ്. എന്തായാലും അധികാരികൾ ഇടപെടട്ടെ. ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത് ഈ ഫോൺ വെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൽ സാധ്യമായ ഇടപെടൽ നടത്തും എന്നതാണ് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി GL അരുൺ ഗോപി സൂചിപ്പിച്ചത്. ആ ഇടപെടൽ ഉണ്ടാകട്ടെ. എല്ലാ കുഞ്ഞുങ്ങൾക്കും അവകാശങ്ങളുണ്ട്, അത് സംരക്ഷിക്കപ്പെടണം. സാരംഗാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അതിന്റെ വിശദാംശങ്ങൾ നൽകിയതും സാരംഗാണ്. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ അടുത്ത വാർത്തയിലേക്ക്.